കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കുക. എന്താണ് മിഡീവൽ പീരീഡ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. എത്രാം നൂറ്റാണ്ട് മുതൽ? 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം മിഡീവൽ പീരീഡ് ഇൻ ഇന്ത്യ ആൻഡ് മിഡീവൽ പീരീഡ് ഇൻ കേരള. ഓർമ്മയുണ്ട്? റിവേഴ്സ് സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ടേബിള്. അതില് അറ്റ്ലീസ്റ്റ് യമുന നദിയുടെ തീരത്തുള്ളത് ഡൽഹി, ഒരു പേരെങ്കിലും ആലോചിച്ചിരിക്കുക. പിന്നീട് ഏതെങ്കിലും മോണുമെന്റ്സിന്റെ പേര്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ ആയിട്ട് ഒന്ന് വീട്ടിലിരുന്ന് ആലോചിച്ച് നോക്കുക. എഴുതാൻ പറ്റുന്നുള്ളവര് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നു. ഇന്ന് 3ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഗംഗയാണ്, 2525 കിലോമീറ്റർ. ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ. ഗംഗയുടെ പോഷക നദികൾ. യമുന, അളകനന്ദ എന്നിവ ഗംഗയുടെ പോഷക നദികളാണ്. യമുന ഒറിജിനേറ്റ് ഫ്രം ഉത്തരാഖണ്ഡ് യമുനോത്രി. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. ഡൽഹി സിറ്റുവേറ്റ്സ് അറ്റ് ദ റിവർ ബാങ്ക് ഓഫ് യമുന. യമുന നദിയുടെ തീരത്താണ് ഡൽഹി നഗരം സ്ഥിതി ചെയ്യുന്നത്. കുത്തുബ് മിനാർ, മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ് തുടങ്ങിയവയും ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുവിധം ഓർത്തിരുന്നതാണ്. നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട് കുറെ പേര്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് കാണാതെ ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കുന്നു. അറിയാത്ത പദങ്ങൾ അടയാളപ്പെടുത്തുന്നു. അത് എഴുതി നമ്മുടെ വൊക്കാബുലറി മെച്ചപ്പെടുത്തുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൊക്കാബുലറിക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു പാഠഭാഗം നൽകിയിട്ടുണ്ട്. പുസ്തകത്തില് പേജ് നോക്കുക, ഫുൾ പേജ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നമുക്ക് ചോദ്യവും ടോപ്പിക്കും തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗം വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാത്ത പദങ്ങൾക്കെല്ലാം മട്ടം വരയ്ക്കുക. പൊതുവെ പാഠമായിട്ടുള്ള വാക്കുകൾ ഇവിടെ റെഡിൽ നൽകിയിട്ടുണ്ട്. അവയുടെ അർത്ഥങ്ങൾ തൊട്ടടുത്ത പേജിൽ നൽകുന്നു. ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി എന്നുള്ള വാക്കാണ്. നമ്മൾ ഫിസിയോഗ്രഫി പഠിച്ചിട്ടുണ്ടല്ലോ 6ാം ക്ലാസ്സില്. ആറാം ക്ലാസ്സിൽ ഇപ്പം പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഫിസിയോഗ്രഫി എന്നൊരു വാക്കുണ്ട്. അത് ഭൂപ്രകൃതി തന്നെയാണ്. റെസിസ്റ്റ്, പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇൻവേഷൻ, കടന്നുകയറ്റം. മാസീവ്, ബിഗ്, ഇനോർമസ്, ജയന്റ്, ഈ വാക്കുകളെല്ലാം സിനോണിംസ് ആണ്. സിനോണിംസ് എന്ന് വെച്ചാൽ സെയിം വേർഡ്, പര്യായ പദം എന്നുള്ള അർത്ഥത്തിൽ. ഇവയെല്ലാം വലുത് എന്നുള്ള അർത്ഥമാണ്. ഫോർട്ട്, കോട്ടയാണ്. ഫോർട്ട്, കോട്ട. ഫേവറബിൾ, അനുകൂലമായത്. ഫെർട്ടിലിറ്റി, ഫലഭൂയിഷ്ടമായത്, ഫെർട്ടൈൽ ലാൻഡ്. ഗ്യാദർ, ശേഖരിക്കുക, ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് അർത്ഥം. ഗ്യാദർ. എൻഷുവേർഡ്, ഈ വാക്ക് തെറ്റിപ്പോവുകയൊന്നുമില്ല. ഷുവർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഷുവർ, ഉറപ്പെന്നാണ്. അപ്പൊ എൻഷുവർ, ഉറപ്പുവരുത്തുക, ഉറപ്പാക്കുക. ഓപ്റ്റ്, സെലക്ട്, തിരഞ്ഞെടുക്കുക എന്നാണ്. ഫെസിലിറ്റേറ്റ്, സൗകര്യമൊരുക്കുക. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. അപ്പൊ ഈ വാക്കുകളാണ് നമുക്ക് വൊക്കാബുലറി ആയിട്ട് നോട്ട്ബുക്കിൽ കുറിക്കേണ്ടത്. ഓക്കെ, നാളെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം, അതിലെ പ്രധാനപ്പെട്ട നോട്ടുകൾ എന്തൊക്കെയാണ്, എക്സാമിന്റെ ഭാഗങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ 4ാമത്തെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു 5 മാർക്കിന് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും